ഹലോ, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഞ്ജലിയെയും ശ്യാമിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ശ്യാം അഞ്ജലി ഉറങ്ങിയതിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് ഷെൽഫിനടുത്തേക്ക് പോയിട്ട് ഷെൽഫിൽ നിന്ന് ആ ഫ്ലാസ്ക് എടുക്കുകയാണ്. എന്നിട്ട് അത് എടുത്തുകൊണ്ട് വന്നിട്ട് അവൻ ബെഡിൽ അതിൽ ഉള്ള തേളിനെ അഞ്ജലിയുടെ അടുത്തേക്ക് ബെഡിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അഞ്ജലി നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് ശ്യാം ആ ബെഡിൽ തന്നെ ഒരു അറ്റത്തായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൻ തേളിനെ ഇടുന്ന സമയത്ത് പറയുന്നുണ്ട്, സോറി അഞ്ജലി, ശ്രുതി എൻ്റെ പെണ്ണാണ്, എനിക്ക് അവളുമായിട്ട് ജീവിക്കണം, അപ്പോൾ നീ ഇല്ലാതായാലാണ് എനിക്കത് പറ്റുള്ളൂ, അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ടാണ് അവൻ ആ തേളിനെ ആ ബെഡിലേക്ക് ഇടുന്നത്. എന്നിട്ട് അവനോട് ഒരറ്റത്ത് ശ്യാം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി ഉറക്കത്തിൽ കൈ ഇങ്ങനെ എടുത്തിടാണ്. അവളുടെ അടുത്തുള്ള പില്ലോയിലേക്ക് കൈ എടുത്തിടുമ്പോൾ ശ്യാമിനെ കാണാനില്ല. അപ്പോൾ അവൾ തപ്പി നോക്കും. അങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ശ്യാം ബെഡിലൊരു ഇരുത്ത് ഇരിക്കുന്നതായിട്ട് കാണും. അപ്പോൾ പെട്ടെന്ന് അവൾ ശ്യാമേട്ടാ എന്ന് വിളിക്കാൻ നിൽക്കുന്ന സമയത്ത് അവൻ്റെ പുറത്ത് ആ തേളിരിക്കുന്നത് അവൾ കാണണം. അപ്പം അങ്ങനെ ശ്രുതി അഞ്ജലി കരഞ്ഞുകൊണ്ട് ഓടിടും. അയ്യോ തേള് എന്ന് പറഞ്ഞിട്ട് അവൾ എന്നിട്ട് കിട്ടിയ പുതപ്പെടുത്തിട്ട് അതിനെ തട്ടിക്കളയുന്നുണ്ട്. അങ്ങനെ ഓടിയിട്ട് കരയുമ്പോൾ അശ്വിന് അവിടേക്ക് വേഗം ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയും, കുഞ്ഞാ ചേട്ടൻ്റെ പുറത്തൊരു തേള് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി കരയുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ മനോരമ റൂമിലേക്ക് വരും. മുത്തശ്ശി, ആകാശ് അവരെല്ലാവരും റൂമിലേക്ക് വന്നിട്ട് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അഞ്ജലി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരു തേള് റൂമിൽ എങ്ങനെ വന്നു എന്നറിയില്ല, ചേട്ടൻ്റെ പുറത്തിരിക്കുന്നതാണ് ഞാൻ കണ്ടത്, എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തേളോ, എങ്ങനെയാണ് ഈ റൂമിൽ തേള് വരുന്നതെന്ന് മനോരമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ, തേളിപ്പോൾ ഇവിടെ നിന്ന് വന്നു, അതത്ര നല്ല ലക്ഷണമല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും, ഈശ്വര എന്താ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ശ്യാമേട്ടന് എന്ത് സംഭവിച്ചേനെ എന്നൊക്കെ പറയുമ്പോൾ അശ്വിൻ പറയും, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി, എണീറ്റ് നമുക്ക് ഇവിടെ ഇനി കിടക്കണ്ട, ഈ റൂമിൽ ഇനി കിടക്കണ്ട, ഇനി പ്രോഗ്രാമുകളൊന്നും ഇനി പുറത്തേക്ക് വെക്കേണ്ട, ചേച്ചി പുറത്തേക്കൊന്നും പോകേണ്ട, ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടായാൽ മതി, എന്തോ ആപത്ത് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അശ്വിനെ അഞ്ജലിയെ പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. പറയും വായി ചേട്ടാ എന്ന് പറയുമ്പോൾ ശ്യാമ വേണ്ട കുഴപ്പമില്ല ഇവിടെ കിടക്കാമെന്ന് പറയുമ്പോൾ അശ്വിൻ പറയും, അശ്വിൻ സമ്മതിക്കില്ല, വേണ്ട നിങ്ങൾ വായു എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അവിടെ മുത്തശ്ശിയും മനോരമയും ആകാശം അവിടെ നിന്നുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ തേളിനെ. അപ്പം അങ്ങനെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം അയ്യോ തേള് എന്ന് പറഞ്ഞിട്ട് ഓടിയിടുമ്പോൾ മനോരമ ഓടി രക്ഷപ്പെടുന്നുണ്ട് അവിടെ നിന്ന്. അപ്പോൾ ആകാശം ഞാൻ തേളിനൊന്നും കാണാനില്ലല്ലോ എന്ന് പറയുമായിരുന്നു എന്ന് മുത്തശ്ശിയോട് പറയും. അപ്പോൾ മുത്തശ്ശി ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആകാശ് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ആകാശ് റൂമിന് പുറത്തേക്ക് പോവാണ്. പിന്നെ അശ്വിൻ അഞ്ജലിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയും, എൻ്റെ റൂമിൽ നിങ്ങൾ കിടന്നാൽ മതി. അപ്പോൾ കുഞ്ഞിനെ എവിടെ കിടക്കുമെന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയും, ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം, നിങ്ങൾ ഇവിടെ കിടന്നാൽ മതി, ഈ പ്രോഗ്രാമൊക്കെ ഇവിടെ തന്നെ നടത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം അഞ്ജലി ശ്യാം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട്, കാരണം അവൻ്റെ പ്ലാന് ചീറ്റിപ്പോയതിൻ്റെ ഒരു ദേഷ്യത്തിൽ. അപ്പോൾ അഞ്ജലി പറയും, ശ്യാമേട്ടാ വാ നമുക്ക് കിടക്കാം എന്ന് പറയും. അപ്പോൾ ശ്യാം പറയും, രാജകുമാരി കിടന്നോളൂ ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ അഞ്ജലി റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് നേരം പുലർന്നതിന് ശേഷം പ്രീതിയെയും അമ്മയെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവർ രാവിലെ തന്നെ ആകാശിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി അവരെ വരവേൽക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് എത്തിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് അഞ്ജലി ആരതിയായിട്ട് വന്നിട്ട് ആരതി ഒഴിയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയും, ക്ഷമിക്കണം, ഈ ഒരു ചടങ്ങ് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തേണ്ടതല്ലേ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അശ്വിൻ ഈ വീട്ടിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചത്, അതിൽ വിരോധമൊന്നും വിചാരിക്കരുത് എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അമ്മ പറയും, അതിനെന്താ അമ്മേ, ഇവിടെ ആയാലും അവിടെ ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ചടങ്ങുകൾ നടന്നാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അപ്പം
അഞ്ജലി പറയും ശ്രുതിയെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട് അവൾ ഞങ്ങളോട് എല്ലാവരോടും പൊക്കോളാൻ പറഞ്ഞു, അവൾ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, സാധനങ്ങളൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല, എല്ലാവരും അവൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ കല്യാണപ്പെണ്ണിന് മുഖത്തൊരു മ്ലാനത എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയും ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അഞ്ജലി പറയും അതൊന്നല്ല മുത്തശ്ശി, ഇന്ന് മെഹന്തി ആണല്ലോ, അപ്പോൾ ആകാശിനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മയും എല്ലാവരും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ അകത്തേക്ക്. അപ്പോൾ ആ സമയത്ത് മനോരമ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും എവിടെയായാലും കുട്ടികളുടെ കാര്യം ഭംഗിയായാൽ പോരെ എന്ന് പറയുമ്പോൾ മനോരമ പറയും അത് ശരിയാണ്, നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടാൻ സാധ്യതയില്ലല്ലോ, ഇത്രയും വലിയൊരു വീട്ടിലേക്ക് അല്ലേ മക്കളെ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അത് ശരിയാണ്, ഇങ്ങനൊരു ഭാഗ്യം ആദ്യം കിട്ടിയത് മനോരമയ്ക്കാണ് എന്ന് പറയും. അപ്പം മനോരമ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയും ഈ തള്ളയ്ക്ക് എപ്പോഴും എന്നെ കുത്താൻ ആണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയുടെ മായ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ച് അവർ അകത്തേക്ക് പോകണം. അപ്പോൾ മനോരമ പറയും ഇവൾക്ക് ഇപ്പോഴുണ്ട് ഇങ്ങനെ അഹങ്കാരം, എൻ്റെ മകൻ്റെ വധുവായിപ്പോയി, എൻ്റെ അടുത്തേക്ക് ഈ അഹങ്കാരം കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ തോൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ശ്രുതി അവിടേക്ക് വരികയാണ്. അപ്പോൾ നല്ല സുന്ദരിയായിട്ട് ആണ് അവൾ വരുന്നത്. അപ്പോൾ അവൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അശ്വിനെ കാണാൻ, കടൽ മിഠായി കാണാൻ ഇടവരുത്തരുതേ, അയാളെ കണ്ടു കഴിഞ്ഞാൽ പേടിയല്ല എന്തോ പോലെയാണ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സുഖം ഉണ്ടാവില്ല, അപ്പോൾ ആളെ കാണരുതേ, കൺമുന്നിൽ പെടരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് വരുമ്പോഴാണ് മുൻപിൽ അശ്വിൻ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ അവൾ ഇങ്ങനെ ഒരു ഭയത്തോട് കൂടിയിട്ട് മുൻപോട്ട് വരികയാണ്. അപ്പോൾ അശ്വിനും കണ്ണ് ചിമ്മാതെ അവളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ അശ്വിൻ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ സഞ്ചി താഴേക്ക്, 2 സഞ്ചികളുണ്ട് അവളുടെ കയ്യിൽ, അപ്പോൾ അത് താഴേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ അവൻ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പോക്കറ്റിൽ നിന്ന് കമ്മലെടുത്തിട്ട് അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അശ്വിൻ പറയും ഇതാ നിൻ്റെ കാണാതെ പോയ കമ്മലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി താങ്ക്സ് പറയും. അങ്ങനെ അവർ പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ പറയും നീ ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട, എൻ്റെ സഹായം ഉള്ളതുകൊണ്ടാണ് നീ അതിൽ ജയിച്ചത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ഞാൻ തോറ്റിട്ടൊന്നുമില്ല സാർ, അതുകൊണ്ടാണല്ലോ മുത്തശ്ശി തന്ന നടരാജ വിഗ്രഹം ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത്, പിന്നെ എത്ര വലിയ ആളായാലും തോൽവി ഏറ്റു പറയുന്നതാണ് അതിൻ്റെ മര്യാദ എന്ന് പറയുന്നുണ്ട്. ഞാൻ ജയിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ സാറ് എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ ക്ഷണിച്ചിട്ടൊന്നുമല്ലല്ലോ സാർ എന്നെ സഹായിച്ചത്, സാറിൻ്റെ ഇഷ്ടപ്രകാരം വന്ന് സഹായിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ ദേഷ്യത്തോടെ ഒന്നല്ല, ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവൾ അവിടെ നിന്ന് ഞാൻ പോയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് അവൾ തിരിഞ്ഞ് നോക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അശ്വിനും അവളെ നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആകാശിനെ കാണിക്കുന്നുണ്ട്. ആകാശ് ടെൻഷൻ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് മെഹന്തി ആയാൽ എന്താണ്, പരസ്പരം കണ്ടാൽ എന്താണ്, എന്താ കുഴപ്പം, മെഹന്തി ഇടാൻ പറ്റില്ലേ, പിന്നെ എന്തിനാണ് അവരെങ്ങോട്ട് ക്ഷണിച്ചത്, കാണാൻ പറ്റില്ല എന്നൊക്കെ പറയണത് എന്തിനാണ്, വളരെ മോശമായിപ്പോയി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അപ്പോൾ ആ സമയത്ത് എനിക്ക് വരും. അപ്പോൾ എനിക്ക് ചോദിക്കും എന്താ ആകാശ് ബ്രോ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പ്രീതി വന്നിട്ടുണ്ട്, പക്ഷേ മുത്തശ്ശിയും ചേച്ചിയും പറഞ്ഞിരിക്കുന്നത് കാണാൻ പാടില്ല എന്നാണ്, നമുക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയും ഞാനും അതാണ് വിഷമിച്ചിരിക്കുന്നത്, ശ്രുതി ഇതിനെ കാണാൻ പറ്റില്ല, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കണമെന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആകാശിനെ അപ്പോൾ ഇനി എന്താ ചെയ്യാൻ നമ്മൾ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയും എനിക്കൊരു ഐഡിയ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആകാശം അതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പറയും നമുക്ക്
സ്ത്രീയായിട്ട് പെണ്ണായിട്ട് പോയാലോ, അപ്പോൾ അതൊക്കെ നടക്കുമോ എന്ന് ആകാശ് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആകാശിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് ഇത് നടക്കുമോ, എങ്ങനെ നടക്കാനാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഹാളിൽ ശ്രുതിയും മുത്തശ്ശി, അഞ്ജലി, മനോരമ എല്ലാവരും കൂടെ മെഹന്തി ഇടാനായിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ മനോരമ മെഹന്തി ഡിസൈൻസിൻ്റെ ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല. ഒരു ഡിസൈൻ കണ്ടിട്ട് മുത്തശ്ശിയോട് പറയും, അമ്മ ഇത് നല്ല ഡിസൈൻ അല്ലേ, എനിക്ക് നല്ല ഭംഗിയുണ്ടാവും എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, ഏത് കൊള്ളില്ല, നീ വേറെ ഏതെങ്കിലും നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോരമ പിന്നെ നോക്കും. അപ്പോൾ ഇത് കൊള്ളാം എന്ന് പറയും. അപ്പോൾ രാധ പറയുന്നുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബുക്ക് രാധ മേടിക്കുന്നുണ്ട്. അങ്ങനെ രാധയും ശ്രുതിയുടെ അമ്മയും കൂടെ ഡിസൈൻസ് നോക്കിയിട്ട് പ്രീതിയോട് പറയും, ഇത് കൊള്ളാം, ഇത് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. അങ്ങനെ ശ്രുതിയും പ്രീതിയും കൂടെ അങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. ആ സമയം എനിക്ക് അവിടെ നിന്ന് സാരിയൊക്കെ ചുറ്റിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് സാരി അഴിഞ്ഞു പോയിട്ട് എവിടെയോ കൊളുത്തുന്നുണ്ട്. അപ്പോൾ നടക്കാൻ പറ്റാതെ സാരി പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് ആകാശ് വന്നിട്ട് ആകാശ് ഇതൊക്കെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആകാശ് എനിക്കിനെ വിളിക്കും, എനിക്ക് ബ്രോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ സാരി അവിടെ അഴിഞ്ഞു പോയത് നീ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആകാശ് സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ അത് ശരിയാക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സാരി ഉടുക്കാനായിട്ട് തത്രപ്പാടിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്നേരം ആകാശിനെ വിളിച്ചുകൊണ്ട് അഞ്ജലി അവിടേക്ക് വരികയാണ്. അപ്പോൾ വേഗം ആ സാരിയൊക്കെ ചുറ്റി കൂട്ടിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഓടി സ്റ്റെപ്പ് കയറിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് ചേച്ചി എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എന്താ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്, എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന്. അപ്പോൾ ആകാശ് ഒന്നുമില്ല ചേച്ചി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എന്ന് പറയുമ്പോൾ അഞ്ജലി പറയും എന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് നിങ്ങളുടെ വേണ്ട, എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ പോയി എടുത്തുകൊണ്ട് വരാം, നിങ്ങൾ അങ്ങോട്ട് വരാഞ്ഞാൽ മതി. അപ്പോൾ നിനക്ക് പ്രീതിയെ കാണാതെ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റുന്നില്ല ആകാശ് എന്ന് ചോദിക്കുമ്പോൾ അതല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആകാശ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആകാശ് അവിടെ റൗണ്ട് അടിച്ച് ആകാശിനെയും അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനത്തെ ആകാശ് അവിടെ കണ്ണു നല്ല അഞ്ജലി ചിരിച്ച് നിൽക്കുകയാണ്. താങ്ക് യു.